അപ്പോൾ ഈ ഒരു പാട്ടെന്ന് പറയുന്നത് ലാൽ ജോസ് ഇങ്ങനെ അത് പുള്ളി പറഞ്ഞു നമുക്ക് ഷഹബാസ് ഒരു പാട്ടുകാരനുണ്ട് അത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വരുന്നു. ആ പാട്ട് എൻ്റെ വീട്ടിലെ ഹോം സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡ് ചെയ്തത്. അങ്ങനെ പ്രത്യേകതയുണ്ട്. അതിൽ കൂട്ടുകാരി എന്ന് പാടുന്നത് എനിക്ക് തോന്നുന്നു അത് ഷഹബാസമൻ്റെ വോയിസ് ഇനി ആർക്കും അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ കൂട്ടുകാരി എന്ന് പാടുന്ന സാധനം ഉണ്ടല്ലോ, ഭയങ്കര ക്യൂട്ടായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. സാറ് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെ സ്റ്റുഡിയോയിലാണ്. വീട്ടിൽ വരുന്നു, ഞങ്ങൾ പിന്നെ കറങ്ങാനൊക്കെ പോയി ചായ കുടിച്ചു വന്ന് അങ്ങനെ എൻ്റെ നല്ല സുഹൃത്താണ് പുള്ളി. എന്ന് വെച്ചിട്ട് എപ്പോഴും കാണാറൊന്നുമില്ലല്ലോ, ഇപ്പോൾ കുറേ നാളായി. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ട അയാളുടെ ക്യാരക്ടർ. അപ്പോൾ അതും പ്രധാനപ്പെട്ടാണ്. അങ്ങനെ ആണ് ഈ പാട്ടിലേക്ക് പോകുന്നത്. എൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് പാടിക്കാൻ കരുതി. അപ്പോൾ ആ പാട്ട് പാടുമ്പോൾ ഞാനും ഷഹബാസ് മാത്രം ഉണ്ടായിരുന്നല്ലോ. സാറിന് റെക്കോർഡിച്ചിട്ടുണ്ടാവുമല്ലോ, ഇല്ലാണ്ടാണ് ആ പാട്ട് പാടിയത്. നമ്മൾ പിടിയാന സംസാരിക്കുന്ന സമയത്ത് ഈ ന ന ന എന്നുള്ള സാധനം പ്രയോഗം, അതിൽ എനിക്ക് തോന്നുന്നു നിഴലാന എന്ന് പറയുന്ന ഒരു പ്രയോഗം വരെ കൈതപ്പുറം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പവിഴമഴ, തോരാത്ത മഴ, ഈ മഴ, എന്നിട്ട് രാമഴ എന്നുള്ളൊരു സാധനം കൊണ്ടുവന്നത് പോലെ ഇതിനകത്ത് നിഴലാന എന്ന് പറയുന്ന പ്രയോഗം, പലതരത്തിലുള്ള ആനകളെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ നിഴലാന എന്ന് പറയുന്ന പ്രയോഗം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പ്രാസമൊക്കെ സത്യത്തിൽ കൈതപ്പുറം എങ്ങനെയാണ് വരുത്തിയെന്ന് ഓർമ്മയുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോഴേ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. പുള്ളി ഒരു വലിയ കവിയാണ് പുള്ളി അല്ലേ. അദ്ദേഹത്തിനെ കൊണ്ടിട്ട് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, അലക്സേ പാവമാണ് പുള്ളി അലക്സേ ഗിരീഷ് പുത്തഞ്ചേരി നേരെ ഓപ്പോസിറ്റാ പുള്ളി സ്മോള് കഴിക്കില്ല, ഒരു സിഗരറ്റ് പോലും വലിക്കില്ല, ഭയങ്കര ഇതല്ലേ നിഷ്ഠയൊക്കെയുള്ള ആളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി ചോദിച്ചത് പല്ലവിയിൽ മാത്രം പറ്റില്ല കംപ്ലീറ്റ് വരെ. എന്തൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ ഭയങ്കര കഷ്ടമായിട്ട് പാവത്തിനെ കൊണ്ട് ഞാൻ എഴുതി. കുഴപ്പമില്ല, സാറിന് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. സാർ ഭയങ്കര ആധുനികമായിട്ട് മത്സരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഗിരീഷേട്ടൻ വന്ന സമയത്ത് ഗിരീഷേട്ടൻ ആ പാട്ടുകൾ എഴുതുന്നതിനെയൊക്കെ ഉൾക്കൊള്ളുകയും കൈതപ്പുറത്തിൻ്റെ പാട്ട് അപ്പോഴും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഗിരീഷേട്ടൻ്റെ പാട്ടിലൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോഴും കൈതപ്പുറം അവിടെ നിന്നു എന്നുള്ളതാണ്. അത്രയും കോമ്പറ്റ് ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഭയങ്കര ശക്തമായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. അത് ഭയങ്കര സുഖമുള്ളൊരു പരിപാടിയാണ്. എന്നാലും കഷ്ടമല്ലേ ഇങ്ങനത്തെ ഒരാളെ കൊണ്ടുവന്നിട്ട് പിടിയാനൊക്കെ പറഞ്ഞു. സാർ ഒത്തിരി എഴുതിയിട്ടുണ്ടല്ലോ. വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്, ഐ എം തിങ്കിങ് ഓഫ് യു എന്നുള്ളതും ഒക്കെ ഇംഗ്ലീഷും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒത്തിരി പാട്ടുകൾ ഡിഫറെൻ്റ് ആയിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. പുള്ളിക്ക് സാറിനൊരു ചലഞ്ചായിട്ടാണ് സാർ എപ്പോഴും പറയാറുള്ളത്. അതേപോലെ തന്നെ ഈ മുറ്റത്തെ മുല്ലേ ചൊല്ലു, കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാൻ ആരാരോ എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ പാടിയത്. അതിൻ്റെ പിന്നിൽ അധ്വാനമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ സാധാരണക്കാർ അങ്ങനെ തന്നെ അതേപോലെ ചൊല്ലിക്കൊണ്ട് കിടന്നു. കാരണം അത്രയും സിമ്പിളായിട്ടാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നതെന്തോ. ഇത് നമ്മൾ സിംപ്ലിസിറ്റി എന്ന് പറയുന്നതായിരിക്കില്ല ഒരു മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായിട്ടുള്ള. പക്ഷെ നമുക്കത് അനുകരിക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ വരികളാണോ അതിലേക്ക് നയിച്ചത്, അത് അങ്ങനെ തന്നെയാണോ കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ സിനിമകളാണെങ്കിൽ അവാർഡ് പാടാമല്ലോ. നമ്മൾ എൻ്റെ കഴിവ് കാണിക്കാൻ വേണ്ടിയല്ല. ഞാനെപ്പോഴും എൻ്റെ സിനിമയിൽ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ആ സിനിമയിലായിട്ട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകളാണ് വേണ്ടത്. അവിടെ എന്നെ കാണാൻ പാടില്ല. ഈ പടത്തിന് ഇത് അലക്സ് പോള മ്യൂസിക് എന്ന് പറയരുത്. പണ്ടെല്ലാം അങ്ങനെയായിരുന്നു. പണ്ടെല്ലാം ഇപ്പോൾ സലിം ചൗധരിയുടെ പാട്ടുകൾ കേട്ട് നമുക്കറിയാം സലിം ചൗധരിയുടെ പാട്ടാണുള്ളത് അല്ലേ. അങ്ങനെ പല ആളുകളിൽ നമ്മളതിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വരാൻ പാടില്ല എന്ന് എനിക്കൊരു നിർബന്ധം ആഗ്രഹമുണ്ട്. അതിനൊരു ശ്രമം എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് അത്ര വലിയ സാഹിത്യമുള്ള ആളല്ല, ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ അതുപോലെ തന്നെ ആളുകൾക്ക് മനസ്സിലാകണം. അതിൽ ശരത് തന്നെ പലപ്പോഴും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, നമുക്ക് ആളുകളുടെ ഒരു സാഹിത്യം അവർ ഡെവലപ്പ് ചെയ്യാനൊരു ധർമ്മം കൂടി നമുക്കില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പുള്ളി. ഞാൻ അതൊക്കെ ഉണ്ട്, പക്ഷെ പ്രൊഡ്യൂസർക്ക് പൈസ തിരിച്ചിട്ടുണ്ട്. പിന്നെ ആയിരക്കണക്കിന് പാട്ടുകളല്ലേ വരുന്നത്. അതിനിടയിൽ ഏറ്റവും ഈ എപ്പോഴും ഒരു സംഭവം എന്ന് വെച്ചാൽ ഒന്നാമന് മാത്രമേ വിലയുള്ളൂ, രണ്ടാമന് ആർക്കും വേണ്ട. സിനിമയിൽ പ്രത്യേകിച്ചും പൈസ പ്രോബ്ലം അല്ല അവിടെ. ഏറ്റവും നല്ല ആരാണ് അവരെ വിളിക്കുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ. അപ്പോൾ രണ്ടാമതാകാൻ പറ്റില്ല, ഒന്നാമത് തന്നെയാണ്. ആ ഒരു ഉത്തരവാദിത്തം കംപ്ലീറ്റ് ഇപ്പം നിലവിലുള്ള മ്യൂസിക് ഡയറക്ടറിനാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ആ രീതിയിൽ തന്നെ ലൈൻസ് വേണമെന്ന് പറയും. പക്ഷേ ഈ ശരത്ത് അതിൽ നിന്നുകൊണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ പിന്നീട് ഞാൻ ആ വരികളുടെ ഒരു മഹത്വം ആലോചിക്കുകയാണ്. കാറ്റിനെ പറ്റിയാണ് ആ പാട്ട്, അറിയാമോ അത്? പക്ഷെ ഒരു സ്ഥലത്ത് പോലും കാറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ അയാളെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത്. അന്നൊക്കെ അത് ഓർക്കുന്നില്ല. അന്ന് നമ്മളെപ്പോഴും പോരാ എന്ന് പറയാൻ നമുക്ക് താല്പര്യം. നമ്മളതിനാണ് സന്തോഷം കാണിക്കില്ല. എന്താ വെച്ചാൽ ഇത്തിരി കൂടെ നല്ല വന്നാലോ.
ഇപ്പോൾ ചതിക്കാത്ത ചന്തുവിൽ ഗിരീഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ ഗിരീഷേട്ടനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ സന്തോഷ് വർമ്മ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും നിങ്ങളുടെ കോംബോ ശരത് വയലാറും അലക്സ് പോളും ആയിരുന്നു ഏറ്റവും കൂടുതൽ കോംബോയിൽ സക്സസ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ചെയ്തത്. അതൊരു പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ തന്നെ തുടർന്നത്? അതൊരു സിറ്റുവേഷൻ ആയിരുന്നോ, അത് മനസ്സുകൊണ്ട് അങ്ങനെ തന്നെ ആഗ്രഹിച്ച് തുടർന്നതായിരുന്നോ? തീർച്ചയായിട്ടും. അതായത് ശരത്ത് ഞാനായിട്ട് നല്ല ചേർച്ചയായിരുന്നു. എന്നെ പുള്ളിക്ക് സഹിക്കാൻ പറ്റുമായിരുന്നു, പുള്ളിനെ എനിക്ക് സഹിക്കാൻ പറ്റും, അങ്ങനെ വേണമെങ്കിൽ പറയാം. മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഞാൻ പറയാതെ തന്നെ പുള്ളിക്ക് ഇങ്ങനെ എൻ്റെ നോട്ടത്തിലും എല്ലാത്തിലും ഞാനിങ്ങനെ ആരെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആണെന്ന് വിചാരിക്കുന്നത്. എനിക്കറിയില്ല ഇനി വേദനിപ്പിക്കുന്നുണ്ടോന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് 100% ഓക്കെ അല്ലെന്ന് തോന്നിയ പുള്ളിക്ക് മനസ്സിലാക്കുകയും ഇങ്ങനെയൊക്കെ പുള്ളി ചെയ്യുമായിരുന്നു. പിന്നെ ഇത്രയും വലിയൊരാളായിട്ട് പോലും ഇങ്ങനത്തെ ഒരു നിഷ്കളങ്കത അയാളുടെ മനുഷ്യനെ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട് ഇദ്ദേഹത്തിനോട്. അതായത് ഹോട്ടൽസിലൊക്കെ ഹോട്ടലിൽ എന്തൊക്കെയാണല്ലോ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മാസങ്ങളായിട്ട് ഹോട്ടലിൽ അവരൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളായിരിക്കും. ഇദ്ദേഹം ആദ്യമായിട്ടായിരിക്കും അവിടെ വരുന്നത്. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് അവരെല്ലാം പിടിച്ചെടുക്കും പുള്ളി. കുറെ കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ശരത് സാർ വന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്കത് അസൂയ തോന്നും, അങ്ങനെ ആളുകളെ പിടിച്ചെടുക്കാനായിട്ട്. അത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടെന്താ, അത്ര ശുദ്ധനല്ലെന്ന് പറയാൻ. ഈ പാട്ട് നമ്മൾ മലയാള സിനിമയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആ സിറ്റുവേഷനെ എൻഹാൻസ് ചെയ്യാനുള്ള കാര്യമായി മാത്രമായിട്ടാണ്. മുൻപാണെങ്കിൽ പാട്ടൊരു ജോണർ തന്നെയായിരുന്നു. ഇത്ര പാട്ടുകൾ വേണമെന്നൊക്കെ ആയിരുന്നു നമ്മുടെ ഡിസ്കഷൻസ്. ഇവിടെ ഒരു പാട്ട് അവിടെ ഒരു പാട്ടെന്നൊക്കെ. ഇന്ന് അങ്ങനെയല്ല. പാട്ട് ചെയ്താൽ പോലും ഇത് വലിച്ചിടുന്നത് വേറൊരു തരത്തിലായിരിക്കും. ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ 2 വരികൾ മാത്രം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ റാപ്പേഴ്സിനെ കൂടുതൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി പാട്ടുകളിൽ നമ്മൾ ഈ അടുത്ത കാലത്തുള്ള സിനിമകളിലൊക്കെ റാപ്പേഴ്സിൻ്റെ സാന്നിധ്യവും അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഈ മാറ്റമൊക്കെ ശരിക്കും ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, കേൾവി കുറവാണെങ്കിൽ പോലും തീർച്ചയായിട്ടും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ റാപ്പ് മ്യൂസിക് എന്ന് പറയുന്നത് മോശമുള്ള കാര്യമൊന്നുമല്ല. ഇതൊന്നുമല്ല, ഇനി ഒരുപാട് ഡിഫറെൻ്റ് ആയുള്ള, ഞാനിങ്ങനെ കേൾക്കുന്നില്ല എന്ന് പറയുമെങ്കിൽ പോലും ഡിഫറെൻ്റ് ആയുള്ള മ്യൂസിക് ശൈലികൾ ഞാൻ കേൾക്കാറുണ്ട്. അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിലാണ്. അതായത് പലർക്കും ഒരു ധാരണയുണ്ട് സംഗീതം എന്ന് പറയണത് നമുക്ക് ആനന്ദം കിട്ടുന്നതാണ്, അതാണെന്നൊക്കെ. നേരെ തിരിച്ചായിട്ടുള്ള എഫക്റ്റിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ സംഗീതമുണ്ട്. അപ്പോൾ അത് സംഗീതം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഡിഫറെൻ്റ് ആളുള്ള ഒരുപാട് അത് നമ്മൾ പരീക്ഷിച്ചിട്ടില്ല. മലയാളത്തിൻ്റെ ഒരു പരിമിതികളുണ്ട്, എഴുതാനുള്ള ബുദ്ധിമുട്ടും അതും കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ. ഇപ്പോൾ ഒറ്റക്ഷരമുള്ള രീതിയിൽ നമ്മൾ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എഴുതുന്നവർക്ക്. ഞാനെപ്പോഴും ഒരു പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ എഴുതി നോക്കാറുണ്ട്, നടക്കുമെന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പക്ഷേ ഇത്തിരി കഷ്ടപ്പെടുത്തിയൊക്കെ ചെയ്യാൻ ഡിഫറെൻ്റ് ആൾ സാധനം കിട്ടുമായിരിക്കും. ഇപ്പോൾ ഒറ്റക്ഷരം എന്ന് പറയുകയാണെങ്കിൽ ആയുണ്ട്, എന്താണ് എന്ത് പറയാം, നീ എന്ന് പറയാം, അല്ലേ, വാ എന്ന് പറയാം, കുറച്ച് വാക്കുകളല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പരിമിതിയാണ്. തമിഴോ തെലുങ്ക് പോലെയല്ല. തമിഴിൽ ഞാൻ ഇതില്ലേ ഒരു പടത്തിൽ തമിഴ് പാട്ട് ചെയ്തപ്പോൾ ഏതാണ് ഓലെ ഓലെ ഓലെ, അതിനെ ഒരു ട്യൂൺ കൊടുത്തപ്പോൾ നിമിഷ നേരം കൊണ്ട് 5 ടൈപ്പ് ലിറിക്സാണ് അടിച്ച് തന്നെനിക്ക്. അത്ര ഫാസ്റ്റായിട്ട് എഴുതാൻ പറ്റും. മലയാളത്തിൽ അങ്ങനെ പറ്റില്ല, കുറച്ചൊരു ബ്രോഡാണ് ആ ഭാഷ. അതെ അതെ അതെ. അപ്പോൾ ആ പരിമിതികളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ റാപ്പിനും വഴങ്ങുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റി. കുറേ പാട്ടുകളെല്ലാം ഹിറ്റായിട്ടുണ്ടല്ലോ, വലിയൊരു കാര്യമാണ്.